നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ വഴികളും തുറന്നിട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഏതായാലും ഇരട്ട തീരുവയിൽ ഇന്ത്യ വീണില്ല. ഒരു തരത്തിലും ഇന്ത്യ അവിടെ പോയി മടക്കില്ല എന്നുള്ളത് ട്രംപിന് ബോധ്യമായപ്പോൾ ഇപ്പോൾ മറ്റൊരു നയതന്ത്ര നീക്കമാണ് ഇപ്പോൾ അമേരിക്ക പുറത്തെടുത്തിരിക്കുന്നത്. അതാണ് ചാബഹാർ തുറമുഖം. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കവാടമായ ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന്റെ ഉപരോധ ഇളവുകൾ പിൻവലിച്ച് അമേരിക്ക ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട്, അതായത് IFCA പ്രകാരം മുൻപ് അനുവദിച്ചിരുന്ന ഈ ഇളവ് പിൻവലിച്ചതോടെ കടുത്ത വെല്ലുവിളികളാണ് ഇനി ഇന്ത്യ നേരിടേണ്ടി വരിക. സെപ്റ്റംബർ 29-നാണ് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്. അതായത് ഇന്ന് 20, ഇനി 9 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇപ്പോൾ അമേരിക്ക കൊണ്ടുവരുന്ന പുതിയ ഉപരോധം പ്രാബല്യത്തിൽ വരികയാണ്. തുറമുഖത്തെ ഇന്ത്യൻ ഓപ്പറേറ്റർമാർക്ക് US ചുമത്തുന്ന പിഴകൾ നേരിടേണ്ടി വരികയും പല പ്രധാനപ്പെട്ട പ്രാദേശിക പദ്ധതികളുടെ ഭാവി അവതാളത്തിലാക്കാനും ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഉപരോധം വഴി സാധിക്കും. അതായത് വികസനത്തിന് പൂർണ്ണമായും തടയിടുക എന്നത് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ചാബഹാർ തുറമുഖത്ത് ഇന്ത്യക്കെതിരെ പയറ്റാൻ പോകുന്നത്. ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം പ്രാദേശിക വാണിജ്യത്തെ സുഗമമാക്കുന്ന ഒരു വഴിയാണ്. നിലവിൽ ഉപരോധ ഇളവുകൾ റദ്ദാക്കിയത് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വ്യക്തികളെയും ചില സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ തീരുമാനം വളരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഇതുവരെയുള്ള നിക്ഷേപങ്ങൾക്കും ഇത് ഭീഷണിയാകും. കൂടാതെ ഒരു നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കാനും ഇടയുണ്ടാവും. അമേരിക്കയുടെ ഈ നീക്കത്തിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത്, അതായത് മുൻപ് 2017, 2021 കാലഘട്ടത്തിൽ നൽകിയ 2018 ഇളവാണ് ഇപ്പോൾ ഇതോടുകൂടി അവസാനിക്കുന്നത്. അവർക്ക് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനും നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗമാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യയെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചാബഹാറിനെ ഉപരോധം വന്നാൽ തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യക്ക് അത് വലിയ തിരിച്ചടിയായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് മുൻ US പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ചാബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യക്ക് ഇളവ് അനുവദിക്കുകയായിരുന്നു. 2018 ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ IFCA പ്രകാരമാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഒമാൻ ഉൾക്കടലിന്റെ മുഖഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചാബഹാർ ഇറാന്റെ ആദ്യത്തെ ആഴക്കടൽ തുറമുഖമാണ്. ഇത് രാജ്യത്തെ ആഗോള സമുദ്ര വ്യാപാര പാത ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇറാന്റെ പാകിസ്ഥാനുമായുള്ള അതിർത്തിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി, അതിർത്തിയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്വാദർ, അതായത് പാകിസ്ഥാനിൽ ചൈന വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന തുറമുഖം, അതുവരെ ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നു. ഇറാനും ഇന്ത്യക്കും തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ് ചാബഹാർ. പാശ്ചാത്യ ഉപരോധങ്ങളുടെ പ്രഭാവം നിലനിൽക്കുമ്പോഴും അത് ഒഴിവാക്കാൻ ഇത് ടെഹ്റാനെ സഹായിക്കുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാനെ മറികടക്കുന്ന ഒരു ബദൽ മാർഗം ന്യൂഡൽഹിക്ക് ഈ ഒരു ചാബഹാർ തുറമുഖം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് അഫ്ഗാനിസ്ഥാനുമായി മധ്യേഷ്യയുമായി വ്യാപാരത്തിന് ഇന്ത്യക്ക് കരപ്രവേശനം അനുവദിക്കുന്നില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പേർഷ്യൻ ഗൾഫിനെയും ഇറാൻ വഴി കാസ്പിയൻ കടലിലേക്കും തുടർന്ന് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വഴി വടക്കൻ യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു മൾട്ടി മോഡൽ ഗതാഗത പദ്ധതിയായ നിർദ്ദിഷ്ട ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഭാഗമാണിത്. ഇനി ചരിത്രം പരിശോധിച്ചാൽ 2002 അന്നത്തെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഗദാമിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഹസൻ റുഹാനി ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ബ്രജേഷ് മിശ്രയുമായി ചർച്ച നടത്തിയതോടെയാണ് തുറമുഖ വികസനത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ആരംഭിച്ചു തുടങ്ങുന്നത്. പിന്നീട് അടുത്ത വർഷം പ്രസിഡന്റ് ഗദാമിയുടെ ഇന്ത്യ സന്ദർശന വേളയിലും അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുമായും തന്ത്രപരമായ സഹകരണത്തിന്റെ ഒരു റോഡ് മാപ്പിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതിൽ പ്രധാന പദ്ധതികളിലൊന്നാണ് ഈ ചാബഹാർ. പിന്നീട് വിഭജനത്തിന് ശേഷം ശത്രുതാപരമായ ഒരു പാകിസ്ഥാന്റെ ആവിർഭാവം ഇറാനുമായി മധ്യേഷ്യയുമായി ഇന്ത്യയുടെ കരബന്ധങ്ങൾ വിച്ഛേദിച്ചു. എന്നിരുന്നാലും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 4 ദശകങ്ങളിൽ ഇന്ത്യയുടെ അടഞ്ഞ സമ്പദ് വ്യവസ്ഥയെ ഇത് വലിയ തോതിൽ ബാധിച്ചില്ല.
1990-കൾക്ക് ശേഷമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറക്കുകയും ലോകവുമായുള്ള ഇന്ത്യയുടെ ഇടപെടൽ വളരാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അതിന്റെ വലിയ ഭൗമരാഷ്ട്രീയ തന്ത്രത്തിന്റെ കേന്ദ്ര ഘടകമായി വ്യാപാര പാതകളെ കാണാൻ തുടങ്ങിയത്. ഇത് ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്ട്രാറ്റജിക് അഫയേഴ്സ് എഡിറ്ററും ഇന്റർനാഷണൽ അഫയേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് എഡിറ്ററുമായ സി രാജ മോഹൻ പറഞ്ഞ വാക്കുകളാണ്. 1996-ൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തതോടെ ഇന്ത്യയും ഇറാനും കൂടുതൽ അടുത്ത് സഹകരിക്കാൻ തുടങ്ങി. പാകിസ്ഥാൻ സൃഷ്ടിച്ച സുന്നി ഇസ്ലാമിക മിലിഷ്യയെ ഇരു രാജ്യങ്ങളും എതിർത്തു. അഹമ്മദ് ഷാ മസൂദിന്റെ നേതൃത്വത്തിലുള്ള വടക്കൻ സഖ്യത്തെ പിന്തുണച്ചു. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള കര ഗതാഗത പ്രവേശനത്തിൽ പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ തടസ്സം മറികടക്കാൻ ഇന്ത്യ ശ്രമിച്ചപ്പോൾ ഒരു ബദൽ പാതയ്ക്കായുള്ള അന്വേഷണം കൂടുതൽ അടിയന്തരവുമായി. മധ്യേഷ്യയിലേക്കും റഷ്യയിലേക്കുമുള്ള ഇന്ത്യക്ക് ഏറ്റവും എളുപ്പമുള്ള വഴികൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയിലൂടെയാണ്. അടുത്തത് മധ്യേഷ്യയുടെയും കാസ്പിയൻ കടലിന്റെയും അതിർത്തിയായ ഇറാനിലൂടെയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, അതായത് BRIയുടെ ഭാഗമായി പാകിസ്ഥാനിലെ ഗ്വദർ തുറമുഖം ചൈന വികസിപ്പിക്കാൻ തുടങ്ങിയതോടെ ചബഹാർ പദ്ധതി ഇന്ത്യക്ക് കൂടുതൽ പ്രധാനമായി. ചബഹാർ പദ്ധതിയിൽ 2 വ്യത്യസ്ത തുറമുഖങ്ങളുണ്ട്: ഷാഹിദ് ബെഹേഷ്ടി, ഷാഹിദ് കലന്താരി. ഇതിൽ ഇന്ത്യയുടെ നിക്ഷേപം ഷാഹിദ് ബെഹേഷ്ടി തുറമുഖത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഇസ്ഫഹാൻ സർവകലാശാലയിലെ, അതായത് ഇറാനിലെ സർവകലാശാലയിലെ അലി ഒമീദിയും ഗൗരി നുൽക്കാറോക്കും എഴുതിയിട്ടുള്ള ഇറാൻ, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയ്ക്കായുള്ള ചബഹാർ തുറമുഖത്തിന്റെ ജിയോ പൊളിറ്റിക്സ് എന്ന പ്രബന്ധത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവ 2016 ഏപ്രിലിൽ ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചു. അതിനുശേഷം തുറമുഖ വികസനത്തിനായി ഇന്ത്യൻ ഷിപ്പിംഗ് മന്ത്രാലയം ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു. 2017 ഡിസംബറിൽ ഷാഹിദ് ബെഹേഷ്ടി തുറമുഖത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതേ വർഷം തന്നെ ഇന്ത്യ ചബഹാർ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പിന്റെ ആദ്യ ചരക്ക് അയച്ചു. 2 വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്കുള്ള അഫ്ഗാൻ കയറ്റുമതി ആദ്യമായി തുറമുഖം വഴി കടന്നുപോയി. ആ വർഷം ഇന്ത്യക്ക് അത്തരം 4 ചരക്കുകൾ ലഭിച്ചു. അതേസമയം 2015 ജനുവരിയിൽ വിദേശ തുറമുഖങ്ങളുടെ വികസനത്തിനായി ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് 2013 കമ്പനി ആക്ടിന് കീഴിൽ സംയോജിപ്പിച്ചു. 2018 ഡിസംബറിൽ ഷാഹിദ് ബെഹേഷ്ടിയിലെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം IPGL ഏറ്റെടുത്തു. IPGLന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ഷാഹിദ് ബെഹേഷ്ടി തുറമുഖം 4 ഘടകങ്ങളായി വികസിക്കുന്നു. 4 ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ തുറമുഖ ശേഷി പ്രതിവർഷം 82 ദശലക്ഷം ടൺ ആയിരിക്കും. അതുപോലെ തന്നെ 32 ജെട്ടികൾ, 16 മൾട്ടി പർപ്പസ്, 10 കണ്ടെയ്നറുകൾ, 3 എണ്ണ ഡ്രൈ ബൾക്ക് അതിൽ പറയുന്നുണ്ട്. 2019 ഡിസംബറിൽ ഇറാനിയൻ റോഡ് നഗരാസൂത്രണ മന്ത്രി ആദ്യഘട്ടത്തിൽ ഒരു ആധുനിക ക്രൂയിസ് ടെർമിനലിന്റെ നിർമ്മാണം ഷാഹിദ് ബെഹേഷ്ടി തുറമുഖത്തിന്റെ ശേഷി 5.8 ദശലക്ഷം ടണ്ണായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ഒമീദിയും നൂൽക്കറോക്കും അവരുടെ പ്രബന്ധത്തിൽ എഴുതിയിട്ടുള്ള ഭാഗങ്ങളാണിത്.